കുട്ടികൾക്കും സുഭാഷ് സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സസന്തോഷം സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എൻട്രൻസ് ചോദ്യങ്ങളാണ് നിങ്ങൾ ബോർഡിൽ കാണുന്നത്. രണ്ടും നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എൻട്രൻസിന്. അതുപോലെ കോംപ്ലക്സ് നമ്പേഴ്സ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നും കേട്ടിട്ട് പോലും ഇല്ലയോ? എന്നാൽ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ എൻട്രൻസ് ചോദ്യങ്ങൾ നമ്മൾ പഴയ പഠിച്ച പ്രോബ്ലംസ് ഒന്നും അല്ല. ക്വാഡ്രാറ്റിക്കിൻ്റേത് വളരെ ബുദ്ധിമുട്ടുള്ളതും നല്ല അടിപൊളി ചോദ്യങ്ങളും എൻട്രൻസിന് കാണാൻ പറ്റും. നിങ്ങൾ അതുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തേക്കണം, അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഓക്കെ, സമയം കളയേണ്ട, നമുക്ക് ക്വസ്റ്റ്യനോടെ കയറിയേക്കാം അല്ലേ? വളരെ എളുപ്പത്തിൽ തീർത്തങ്ങ് വിട്ടേക്കാം. നിങ്ങൾ എളുപ്പം പഠിച്ചോണം. Z = -2 + i√3 then modulus of Z raised to 4 അല്ലേ? ഇസഡ് ഉണ്ട്, മോഡുലസ് ഓഫ് Z⁴ എന്ന് പറഞ്ഞാൽ Z⁴. Z⁴ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇതാ ഇസഡ്. ഇസഡ് എന്ന് പറഞ്ഞാൽ Z⁴ എന്ന് പറയുമ്പോൾ 4 ടൈംസ് ഇൻറ്റു ചെയ്യണം. ഇതിനെ 4 തവണ ഇൻറ്റു ചെയ്തിട്ട് എപ്പോൾ തീരാനാണ്? അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് നമ്മളൊന്ന് മാറ്റി വേറെ മെത്തേഡിൽ കൂടെ ചെയ്യാം. മോഡുലസ് Z⁴ ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പോലെ മോഡുലസ് Z⁴. 4 എടുത്തോണ്ട് പുറത്ത് ഇട്ടേക്കണം കേട്ടോ, അകത്ത് കിടക്കുന്നതല്ലയോ, രണ്ട് ഈക്വലാ. ഓക്കെ, അപ്പം Z⁴ മോഡുലസ് എടുത്താലും മോഡുലസ് എടുത്ത ശേഷം ⁴ എടുത്താലും രണ്ട് ഈക്വല. പിന്നെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇതല്ലേ പോലെ സൗകര്യം. മോഡുലസ് Z കണ്ടുപിടിക്കുക ⁴. മോഡുലസ് ഓഫ് Z എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയർ 4, ഇതിൻ്റെ സ്ക്വയർ 3. ആൻസർ റൂട്ട് ഓഫ് ആരാ? 7. അറിയാമല്ലോ, -2ൻ്റെ സ്ക്വയർ 4, √3യുടെ സ്ക്വയർ വെറും 3, രണ്ടും ചേരുമ്പോൾ √7. അപ്പോൾ നമുക്ക് മോഡുലസ് Z കിട്ടിയ പോലെ ഇതാണ് നമ്മുടെ മോഡുലസ് Z. ഓക്കെ, ⁴ എന്ന് പറഞ്ഞാൽ √7 ഇൻറ്റു √7 ഇൻറ്റു √7 ഇൻറ്റു √7, 2 √7 7, 2 √7 7, 7 ഇൻറ്റു 7 49. ആൻസർ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1 - i ഡിവൈഡ് ബൈ 1 + i ഹോൾ റേസ് ടു n² ഈസ് ഈക്വൽ ടു 1. ഇതിൻ്റെ വാല്യൂ 1 ആവണം. അങ്ങനെയാണെങ്കിൽ ദ സ്മോളസ്റ്റ് പോസിബിൾ പോസിറ്റീവ് ഇൻറ്റിജർ ഫോർ n എന്ന് പറഞ്ഞാൽ ഈ എന്നിൻ്റെ പ്ലേസിൽ പല നമ്പറുകൾക്ക് ആൻസർ 1 കിട്ടാം. ഓക്കെ, അവിടെ നമുക്ക് വേണ്ടത് എന്താണ്? അതിനുള്ളിൽ ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റിജർ ആരായിരിക്കണം? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് ചെയ്യുന്ന വഴി എല്ലാം ശ്രദ്ധിച്ചോണം. ഒന്നുകൂടെ പറയാം. 1 - i / 1 + i ഹോൾ റേസ് ടു n² വാല്യൂ 1 ആകണമെങ്കിൽ എന്നിന് കിട്ടാവുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റിജർ ആരായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 1 - i / 1 + i അല്ലേ? 1 - i / 1 + i ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോൺജുഗേറ്റായ 1 + iയുടെ 1 - i കൊണ്ട് താഴെ മണ്ടയ്ക്കൊക്കെ ഇൻറ്റു ചെയ്ത് എന്ന് തീരാനാണ്. ഇപ്പം തീർക്കേണ്ടതില്ലയോ? ഒന്നും ചെയ്യേണ്ട. 1 - i / 1 + i കാണാതെ പഠിച്ചു വെച്ച് തരുമോനെ -i. ഓക്കെ, 1 - i / 1 + i -iയും 1 + i / 1 - i + i. ഓക്കെ, മറന്നു പോലെ കേട്ടോ. അപ്പോൾ മണ്ടയ്ക്ക് മൈനസ് വന്നാൽ ഇവിടെ മൈനസ്, മണ്ടയ്ക്ക് പ്ലസ് ആണെങ്കിൽ പ്ലസ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇയാളുടെ വാല്യൂ കിട്ടിയ പോലെ ഇയാളുടെ വാല്യൂ ആരാ കിട്ടിയത്? -i ഹോൾ റേസ് ടു n² എന്നായി ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. n നമ്മളിനി അങ്ങോട്ട് നമ്പറിനെ കൊടുത്തു നോക്കാം, ഇവനെ അങ്ങോട്ട് കൊടുത്തു നോക്കാം. ഓക്കെ, ആദ്യം എന്നിന് 1 കൊടുക്കുമ്പോൾ -i ഹോൾ റേസ് ടു 1². ഈ എന്നിന് പകരം 1 കൊടുത്തു. അപ്പോൾ 1² എന്ന് പറഞ്ഞാൽ ആരാ മോനെ? 1² എന്ന് പറഞ്ഞാൽ എത്ര? 1 ആണ്. അപ്പോൾ -i ഹോൾ റേസ് ടു 1. ആൻസർ എത്ര കിട്ടുന്നത്? -i ആണ്. 1 കിട്ടിയില്ല ഇല്ലേ? അതുകൊണ്ട് ഇതല്ല. നെക്സ്റ്റ് 2നെ കൊടുത്ത് നോക്കാം. 2നെ കൊടുത്ത് നോക്കുമ്പോൾ നോക്കിക്കോണേ, -i ഹോൾ റേസ് ടു 2². ദാറ്റ് ഈസ് -i ഹോൾ റേസ് ടു 4. -i ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത്? മൈനസിന് റേസ് ടു 4 വന്നാൽ ആരാ? പ്ലസ് തന്നെ അല്ലേ? പിന്നുള്ളത് അത് i⁴ ആണ്. i⁴ എന്ന് പറഞ്ഞാൽ i² ഇൻറ്റു i² ആണ്. i² -1, അടുത്ത i² -1, -1 ഇൻറ്റു -1 +1. ആൻസർ 1 കിട്ടുന്നുണ്ട്. ഏത് നമ്പറിന്? 2. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി 2 ആണ്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.